കൃത്യമായിട്ട് മുന്നേയുള്ള കമ്മിറ്റിക്കാരും അതേപോലെ ഇന്നത്തെ ഭക്തജനങ്ങളും ദേവനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷങ്ങളോ ചതുർവിധ ദുരിതങ്ങളോ വാഗ്ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വാഗ്ദോഷങ്ങളൊക്കെ ഏറ്റു പറഞ്ഞിട്ട് നമ്മൾ സമ്പാദിച്ചതിൽ ഒരു വിഹിതം എണ്ണാപ്പണം എന്ന് പറഞ്ഞില്ലേ അത് വിളിച്ചു ചൊല്ലി ഏറ്റു പറഞ്ഞ് ബ്രാഹ്മണർക്ക് വെച്ചിട്ട് നമ്മൾ നമസ്കരിക്കുകയാണ്. അതോടെ ദേവന്റെ ദോഷങ്ങളും നമുക്ക് ഇനി പ്രവർത്തിക്കാനുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതൊക്കെ ഇതോടുകൂടി നൽകണം. ഇത് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ വിളിച്ചൊല്ലി പ്രായശ്ചിത്തം. അതിൽ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തു അല്ലെ, ദേവന്റെ കിരാതമൂർത്തിനെ നമ്മൾ ശരിക്കും പോലെ നോക്കാതെ ഇരുന്നതിന് ആ പ്രായശ്ചിത്തം നമ്മൾ അത് വിളിച്ചൊല്ലി പ്രായശ്ചിത്തം തന്നെ. അതേപോലെ ഇത് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ദോഷങ്ങളും, അതിൽ വാഗ്ദോഷങ്ങളാവാം, ചതുർദോഷങ്ങളാവാം, ചതുർവിധ ദുരിതങ്ങളാവാം, എന്തും ചൈതന്യ ലോകത്തിന്റെ എന്തെങ്കിലും ആവാം, അറിഞ്ഞോ അറിയാതെ ബന്ധപ്പെട്ട എന്തും ആയിക്കോട്ടെ, അത് കമ്മിറ്റിക്കാരും ഭക്തജനങ്ങളും ഒക്കെ കൂടി ഏറ്റു പറഞ്ഞ് ബ്രാഹ്മണർ ഗായത്രി ചൊല്ലണവരാണ്, അവർക്ക് കൊടുത്ത് അവരെ അനുഗ്രഹം മേടിക്കുകയാണ്. ഇതോടെ ഇവിടുന്ന് നമ്മൾ കമ്മിറ്റിക്കാരാണെങ്കിലും ദേവനാണെങ്കിലും ഉപദേവകളൊക്കെ ശിശുവിനെ പോലെയാണ്, ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇവിടുന്ന് എല്ലാവരും ഐക്യത്തോട് കൂടിയിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനെന്താ വേണ്ടത്? ഒരു അനുഗ്രഹമാണ്. അത് ഈ അനുഗ്രഹം ഇല്ലെങ്കിൽ എല്ലാം പോയി കാര്യം. അത് പ്രവർത്തിക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്താ, ദേവന്റെ ഒരു അനുഗ്രഹം വേണ്ടേ? ദേവന്റെ ശരീരത്തിൽ ചളിയാണ്, എത്ര നല്ല ഡ്രസ്സ് ഇട്ടിട്ടും കാര്യമില്ല, കാരണം ആ ഡ്രസ്സിന്റെ പവിത്രത അവിടെ വരുന്നില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ ദോഷങ്ങളൊക്കെ വായിച്ചു, ആ ചളിയൊക്കെ വൃത്തിയാക്കി ഇനി നല്ല ഡ്രസ്സ് ഇടുമ്പോൾ ഉണ്ടാവും, എല്ലാവർക്കും കാണാൻ അതൊരു പുതുമുണ്ടാവും അല്ലേ? ശരിയല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യണമെന്ന് പറയാം. അത് അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് പരിഹാരം എന്തിനാ വേണ്ടതെന്നൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്.